بسم الله الرحمن الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا أقسم بيوم القيامة ولا أقسم بالنفس اللوامة أيحسب الإنسان أن لن نجمع عظامه بلى قادرين على أن نسوي بنانه സഹോദരന്മാരെ സഹോദരികളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ സുഅദ് ഷുറൈം ചർച്ചക്കെടുത്തത് അന്നഫ്സുൽ ലവ്വാമ എന്ന വിഷയമാണ്. നമ്മുടെ നഫ്സിനെ കുറിച്ച് ഏതാനും ക്ലാസ്സുകൾക്ക് മുമ്പോ അല്ലെങ്കിൽ 2 ക്ലാസ്സിന് മുമ്പോ ഏകദേശം ഞാൻ സംസാരിച്ചതായിട്ട് ഓർക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അശ്ശംസി വദുഹാഹ എന്ന സൂറത്ത് ആരംഭിച്ചുകൊണ്ട് സത്യവചനങ്ങൾ ചൊല്ലിയതിൻ്റെ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നഫ്സിനെ കുറിച്ചാണ് സംസാരിച്ചത്. വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ. അപ്പോൾ അത്രമാത്രം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് നഫ്സിനെ നിർത്തേണ്ടടുത്ത് നിർത്തുക, നഫ്സിനെ അള്ളാഹു ഇഷ്ടപ്പെട്ടതാക്കി മാറ്റുക, നഫ്സിനെ ദേഹയിച്ചയിൽ നിന്നിട്ട് രക്ഷപ്പെടുത്തുക, നഫ്സിനെ അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് ചലിപ്പിക്കുക. അത് എല്ലാവർക്കും സാധിക്കാറില്ല. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രം സാധിക്കുന്നതായ ഒരു ജോലിയാണ്. അത് മഹാപ്രയാസമുള്ള ഡ്യൂട്ടിയും കൂടിയാണ്. പ്രയാസവും യത്നവും വേണം. സാധാരണ അധ്വാനം കൊണ്ട് ആ പ്രത്യേകതയിലേക്ക് എത്താൻ സാധിക്കുന്നതും അല്ല. എന്നാൽ അക്കൂട്ടത്തിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട നഫ്സാണ് ലവ്വാമത്താകുന്ന നഫ്സ്. എന്താ ലവ്വാമത്ത് എന്ന് പറഞ്ഞാൽ ആക്ഷേപിച്ചുകൊണ്ടേ ഇരിക്കുന്ന നഫ്സ് എന്നാണ് അതിൻ്റെ അർത്ഥം. അഥവാ തെറ്റുകൾ വന്നു പോകാതിരിക്കാൻ വേണ്ടി സദാ പാടുപെട്ടുകൊണ്ടേയിരിക്കുന്നതും ബാധ്യത നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്താതിരിക്കാൻ വേണ്ടി സദാ പാടുപെട്ടുകൊണ്ടേയിരിക്കുന്നതും വല്ല തെറ്റുകൾ വന്നുപോയാൽ നഫ്സിനെ ആക്ഷേപിക്കുന്നതും വല്ല വീഴ്ചകൾ ചെയ്യേണ്ടതായ ബാധ്യതയിൽ വന്നുപോയാൽ നഫ്സിനെ ആക്ഷേപിക്കുകയും ചെയ്യുന്നതായ നഫ്സാണ് ലവ്വാമത്തായ നഫ്സ്. അള്ളാഹു ആ നഫ്സിനെ കൊണ്ട് സത്യവചനം ചെയ്തു എന്ന് കേൾക്കുമ്പോൾ എത്രമാത്രം പ്രാധാന്യം അള്ളാഹു നൽകി നമ്മുടെ ശരീരത്തെ നാം എപ്പോഴും ആക്ഷേപിച്ചുകൊണ്ടേയിരിക്കണം എന്ന കാര്യത്തിൽ എന്ന് നമുക്കതിൽ നിന്നിട്ട് മനസ്സിലാക്കാം. അഥവാ നമ്മുടെ നഫ്സിനെ അതിൽ വരാൻ സാധ്യതയുള്ളതായ തെറ്റുകൾ നിന്നിട്ട് മോചിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതോടൊപ്പം ആ നഫ്സിൽ നിന്നിട്ട് വല്ല തെറ്റുകൾ വരുമ്പോൾ അതിനെ ആക്ഷേപിക്കുകയും അതിന് നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യുക എന്നതാണ് ലവ്വാമത്താകുന്ന നഫ്സിന്റെ പ്രത്യേകത. എന്നാൽ നഫ്സ് പല ഇനങ്ങളാണ്. എന്നാൽ അള്ളാഹു ഇഷ്ടപ്പെട്ട നഫ്സിനെയാണ് ഞാൻ ഇപ്പോൾ കേൾപ്പിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുത്ത നഫ്സാണ് അമ്മാറത്തും ബിസ്സൂ. ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ എന്ന് ഖുർആനിൽ കാണാം, സൂറത്ത് യൂസുഫിൽ. എന്താണ് അമ്മാറത്തും ബിസ്സൂ എന്ന് പറഞ്ഞാൽ? എപ്പോഴും വടക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശരീരത്തോട് കൽപ്പിച്ചുകൊണ്ടേ, നഫ്സിനോട് കൽപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നതായ വ്യക്തി, അതാണ് അമ്മാറത്തും ബിസ്സൂ. അമ്മാറത്ത് ലവ്വാമത്ത് എന്ന 2 പദവും അറബി ഭാഷയിൽ, അറബിക്ക് ഗ്രാമറിൽ സീഗത്തുൽ മുബാലഗ എന്നാണ് പറയുക. സീഗത്തുൽ മുബാലഗ എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കുന്ന എന്നല്ല, ആക്ഷേപിച്ചു കൊണ്ടേയിരിക്കുന്ന എന്നതാണ് ലവ്വാമ എന്ന വാക്കിന്റെ അർത്ഥം. അതുപോലെ തന്നെ അമ്മാറ എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുന്ന എന്നല്ല, കൽപ്പിച്ചു കൊണ്ടേയിരിക്കുന്ന എന്നതാണ്. അപ്പോൾ തെറ്റ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു കൊണ്ടേയിരിക്കുന്ന, ദേഹേച്ഛയുടെ അടിമയായി ജീവിക്കുന്ന, നാൽക്കാലി മൃഗത്തിന്റെ സ്വഭാവം പേറി നടക്കുന്ന വിഭാഗമാണ് അമ്മാറത്തും ബിസ്സൂ എന്ന് പറഞ്ഞാൽ. ഇന്ന നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ. ആ അമ്മാറത്തും ബിസ്സൂ എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടാത്ത നഫ്സാണ്. അള്ളാഹു വെറുത്തതായ നഫ്സിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അതിൽ പെടാതിരിക്കാൻ വേണ്ടി നാം ഓരോരുത്തരും പാടുപെടേണ്ടതാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇഷ്ടപ്പെട്ട നഫ്സ്, അത് സൂറത്തുൽ ഫജ്റിന്റെ അവസാനത്തിൽ നാം വായിക്കാറുള്ള, നാം പഠിക്കാറുള്ള ആ മഹാ പ്രത്യേകത ഉൾക്കൊള്ളാൻ വേണ്ടി അള്ളാഹു ചാൻസ് നൽകുന്നതായ നഫ്സാണ്. അതേതാണ്? മുത്മഇന്നത്തായ നഫ്സ്. അഥവാ സമാധാനവും ശാന്തിയും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള, അതേ രൂപത്തിൽ മരിക്കാനുള്ള, അതേ രൂപത്തിൽ അള്ളാഹുവിനെ കണ്ടെത്താനുള്ളതായ ഭാഗ്യം ലഭിക്കുന്ന നഫ്സ്. അത്
യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്നഹ ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ എന്ന് മരണപ്പെടാൻ പോകുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് പറയപ്പെടാൻ അർഹപ്പെട്ടതായ നഫ്സ്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്നഹ, മുത്മഇന്നായ നഫ്സേ എന്ന് വിളിക്കപ്പെടാൻ അർഹപ്പെട്ട ആളായി നാം മാറണം. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു കഴിഞ്ഞു. മരിക്കുമ്പോൾ സമാധാനത്തോടു കൂടി ശാന്തിയോടു കൂടി യാതൊരു പ്രയാസവും ഇല്ലാതെ മരിക്കുവാനും പ്രീതിയോടു കൂടി ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി സ്വർഗം കണ്ടുകൊണ്ട് മരിക്കുവാനും അള്ളാഹുവിന്റെ പ്രീതി കരഗതമാക്കുവാനും മരണവേളയിൽ സാധിക്കുന്നതായ വ്യക്തിയാണ് മുത്മഇന്നത്തായ നഫ്സിന്റെ ഉടമ. ആ മുത്മഇന്നത്തായ നഫ്സ് ആവണമെങ്കിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ആ സകലം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട അള്ളാഹുവിനെ സ്മരിക്കുക എന്നതായ മഹാജോലിയിലൂടെ ഹൃദയത്തിന് ശാന്തിയും സമാധാനവും ഉള്ള ആളായി മാറണം. നാം സാധാരണ കേൾക്കാറുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്ന ആയത്തുണ്ടല്ലോ, അള്ളാഹു സുബ്ഹാനഹു വ തആലാനെ സ്മരിച്ചുകൊണ്ടേ ഇരിക്കുന്ന വ്യക്തി, അള്ളാഹു സുബ്ഹാനഹു വ തആലാനെ ഓർത്തുകൊണ്ടേ ഇരിക്കുന്ന വ്യക്തി, ആ ഓർക്കലിലൂടെ സ്മരിക്കലിലൂടെ അവന് ശാന്തിയും സമാധാനവും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നതാണ്. അങ്ങനെയുള്ള മുത്മഇന്നത്തായ നഫ്സിന്റെ ഉടമയായി മാറി അങ്ങനെ മാറാൻ സാധിച്ചു കഴിഞ്ഞാൽ ജീവിക്കുന്ന വേളയിൽ അങ്ങനെ ജീവിക്കണം എന്നല്ലാതെ പെട്ടെന്ന് മരിക്കാൻ കിടക്കുമ്പോൾ മാറലല്ല, മരിക്കാൻ ഒരുങ്ങുമ്പോൾ മാറലല്ല, അത് സാധിക്കുന്നതുമല്ല. ബൈ ചാൻസ് അല്ല ഈമാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ, മറിച്ച് മുമ്പ് ജീവിച്ച ജീവിതത്തിന്റെ റിസൾട്ടാണ്, ആ ജീവിതത്തിന്റെ ശൈലി അനുസരിച്ചിട്ടാണ്. അള്ളാഹുവിന്റെ വാക്ക് നമുക്ക് മനഃപ്പാടമുള്ളതായിരിക്കണം. എന്റെ ക്ലാസ് മെമ്പർമാർക്ക് അല്ലദീന ആമനു, എന്താണ് സത്യവിശ്വാസികൾ, ആരാണ് അവർ? തത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, അള്ളാഹുവിനെ സ്മരിക്കൽ കൊണ്ട് അവരുടെ ഹൃദയത്തിന് അവർക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നു. അലാ, അറിയണം ലോകരെ, ബിദിക്രില്ലാഹി, അള്ളാഹുവിനെ സ്മരിക്കൽ കൊണ്ട് മാത്രമാണ് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയത്തിന് ശാന്തിയും സമാധാനവും വരിക. അല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി തൂബാ ലഹും വഹുസ്നു മആബ്, സത്യവിശ്വാസിയാവുകയും അതിനെ ആസ്പദമാക്കി ജീവിതം കെട്ടിപ്പടുത്തുകയും ചെയ്യുന്ന വിഭാഗം തൂബാ ലഹും, അവർക്കാണ് വിജയം. തൂബ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ പേരാണെന്ന് മുഫസ്സിറുകൾ എന്നിട്ട് പറഞ്ഞവരെ കാണാം. അപ്പോൾ അവർക്കാണ് തൂബ, അവർക്കാണ് സ്വർഗലോകത്തിലുള്ള ജീവിതം എന്നർത്ഥം. അതാണ് മരിക്കുന്ന വേളയിൽ മുത്മഇന്നത്തായ നഫ്സിനോട് പറയപ്പെടുന്നത്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി, നിന്റെ നാദരിലേക്ക് നീ മടങ്ങൂ നഫ്സേ എന്ന് നഫ്സിനോട് ശാന്തിയോടെ സമാധാനത്തോടു കൂടി ജീവിക്കുന്ന വേളയിൽ അള്ളാഹിനെ സ്മരിച്ച് അള്ളാഹിനെ ഓർത്ത് അള്ളാഹിന്റെ വിധി ജീവിതത്തിൽ പകർത്തി അള്ളാഹിന്റെ വിലക്കുകൾ ജീവിതത്തിലിട്ട് ഒഴിവാക്കി ജീവിച്ചതായ വ്യക്തി മരിക്കുന്ന വേളയിൽ പറയപ്പെടുന്നതാണ് ഇർജിഇ ഇലാ റബ്ബികി, നീ അള്ളാഹുലേക്ക് നിന്റെ റബ്ബിലേക്ക് മടങ്ങുക. റാദിയത്തൻ മർദിയ, പ്രീതിപ്പെട്ട രൂപത്തിൽ. അള്ളാഹ് നിന്നെ തൊട്ട് പ്രീതിപ്പെടും, നീ അവനെ തൊട്ട് പ്രീതിപ്പെടും. ആ രൂപത്തിലാണ് റാദിയത്തൻ മർദിയ എന്ന ആ നഫ്സിന്റെ സ്വഭാവം. ആ ഇനത്തിൽ നാം എല്ലാവരെയും അള്ളാഹു പെടുത്തുമാറാകട്ടെ. ഇർജിഇ ഇലാ റബ്ബിക റാദിയത്തൻ മർദിയ, അങ്ങനെ മടങ്ങിക്കഴിഞ്ഞാൽ ഫദ്ഖുലി ഫീ ഇബാദി, നിനക്ക് എന്റെ അടിമകളിൽ പെടാൻ സാധിക്കുന്നതാണ് എന്ന് അള്ളാഹു പറയുന്നു. എന്റെ അടിമകളിൽ നിനക്ക് കടക്കാം, നിനക്ക് അവരുടെ കൂടെ പ്രവേശിക്കാം, അവരോടൊപ്പം സ്വർഗത്തിൽ കടക്കാം എന്നാണ് തൊട്ടായത്തിൽ പറയുന്നത്. ഉദ്ഖുലി ജന്നതി, നീ സ്വർഗത്തിൽ പ്രവേശിക്കൂ നഫ്സേ. നഫ്സ് എന്ന പദം അറബി ഭാഷയിൽ സ്ത്രീലിംഗമായതുകൊണ്ടാണ് ഉദ്ഖുലി എന്ന പദം. മുത്മഇന്നത്തായ ആ നഫ്സ് അത് സ്ത്രീലിംഗത്തിന്റെ പദമാണ്. ഫദ്ഖുലി ഫീ ഇബാദി ഉദ്ഖുലി ജന്നതി എന്ന സ്ത്രീകളോട് അഭിസംബോധന ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നതായ പദം ഉപയോഗിക്കാൻ കാരണം ഖുർആനിൽ. ഏതായാലും നാം പറഞ്ഞു വരുന്നത് ഈ 3 ഇനങ്ങളാകുന്ന നഫ്സുകളുടെ കൂട്ടത്തിൽ ഇന്ന് മക്ക ഇമാമ് ചർച്ച ചെയ്തതായ നഫ്സ് ലവ്വാമത്തി എന്ന നഫ്സിനെ കുറിച്ചാണ്. അഥവാ എപ്പോഴും നമ്മുടെ ശരീരത്തിനെ കുറിച്ച് നിരൂപണം നൽകാൻ, ശരീരത്തിനെ കുറിച്ച് അതിന്റെ തെറ്റുകൾ അന്വേഷിക്കുവാൻ, നമ്മുടെ നഫ്സ് തെറ്റ് വരുമ്പോൾ എന്താണ് തെറ്റെന്ന് അന്വേഷിച്ചുകൊണ്ട് അതിനെ ആക്ഷേപിക്കുവാൻ ഉള്ളതായ മനോധൈര്യം, ഒരുക്കം, തയ്യാറെടുപ്പ് ആർക്കുണ്ട് അവനാണ് അള്ളാഹു ഇഷ്ടപ്പെട്ടതായ നഫ്സിന്റെ ഉടമ. എന്തേ? അങ്ങനെയാകുമ്പോൾ അവന് തെറ്റിൽ നിന്നിട്ട് മോചിക്കാൻ സാധിക്കുന്നു, ആ തെറ്റുകൾ നിന്നിട്ട് മുക്തരാവാൻ സാധിക്കുന്നു. ബലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറ വലൗ അൽഖാ മആദീറ, മനുഷ്യൻ അവന്റെ നഫ്സിന്റെ മേലിൽ
ബസീറാണ്. ബസീറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ മനുഷ്യരും ഇപ്പോൾ പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാൻ കാട്ടിപ്പോയി റബ്ബേ, ഞാൻ ചെയ്തു പോയി റബ്ബേ, ഞാൻ പെട്ടുപോയി റബ്ബേ, എന്നെ ശിക്ഷിക്കരുത് റബ്ബേ എന്നൊക്കെ പറയുമ്പോൾ അവിടുന്ന് പറയപ്പെടുന്നതാണ്, നിനക്കറിയാം നീ തെറ്റ് ചെയ്തതാണ്, നീ കരുതിക്കൂട്ടി ചെയ്തതാണ്, നീ പെട്ടുപോയതല്ല, നീ എന്ത് തെറ്റ് എന്ത് ശരി എന്ന് അറിയുന്നതോടുകൂടി നീ അത് പ്രവർത്തിക്കുന്നതിനെ കൂട്ടാക്കാതെ നിന്റെ നഫ്സിനെ നീ നീച നഫ്സാക്കി മാറ്റിയതാണ് എന്നവിടുന്ന് പറയപ്പെടും. എന്ത് ഉദറുകൾ അവിടുന്ന് പറഞ്ഞാലും ആ ഉദറുകളൊന്നും അവിടുന്ന് സ്വീകരിക്കപ്പെടുന്നതല്ല, ആ കിഴിവുകളൊന്നും അവിടുന്ന് സ്വീകരിക്കപ്പെടുന്നതുമല്ല. അതുകൊണ്ടാണ് ആ നഫ്സിലേക്ക് ആ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് പറയാൻ കാരണം. അതെ, നമ്മുടെ തെറ്റുകളെ നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആക്ഷേപിക്കുന്ന നഫ്സായി നമ്മുടെ നഫ്സായി മാറിക്കഴിഞ്ഞാൽ ആ നഫ്സ് കൊണ്ട് തെറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കണമെന്നല്ല, മറിച്ച് ഈ ലൗവാമത്തായി മാറണം. വരുമ്പോൾ തെറ്റിനെ ആക്ഷേപിക്കുന്നതോടൊപ്പം അതിനെ നന്നാക്കി എടുക്കാൻ വേണ്ടി പാടുപെടണം. ഇസ്തിബ്ദാലു സൈൻ ബിശൈനി എന്നാണ് മക്ക ഇമാം ഉപയോഗിച്ചതായ ശൈലി. അഥവാ ഒരു മനുഷ്യനും അവന്റെ സ്വന്തം കുറവിനെ സ്വയമായിട്ട് അറിയാൻ ചിലപ്പോൾ സാധിച്ചോണമെന്നില്ല എന്നത് കാരണത്താൽ തന്നെ അവൻ മറ്റുള്ളവരുമായി ഒന്നാമത് അള്ളാഹുമായുള്ള മുറാഖബ, ശിദ്ദത്തോടു കൂടിയുള്ള മുറാഖബ. അള്ളാഹു എന്നെ കാണുന്നുണ്ട്, ഞാൻ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയാതെ എനിക്കൊന്നും ഇവിടെ ചെയ്യാൻ സാധിക്കുന്നതല്ല. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതായ ആ മഹാത്മാക്കളാകുന്ന മലക്കുകൾ എന്നെ വീക്ഷിക്കുന്നുണ്ട്, അവരെന്നെ കുറിച്ച് നല്ലതും വെടുക്കുമെല്ലാം എഴുതിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇതാണ് മുറാഖബത്ത്. ഈ മുറാഖബത്ത് ഒരാൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ അവന് എപ്പോഴും തെറ്റുകളിൽ നിന്നിട്ട് അവന്റെ ശരീരത്തെ മോചിപ്പിക്കാൻ അത് അവനെ സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് പറയപ്പെടാറുള്ളത്, റഹ്മല്ലാഹു മൻ അറഫ ഖദ്റ നഫ്സിഹി. അല്ലാഹു അനുഗ്രഹിക്കട്ടെ ഒരു മനുഷ്യനെ. ആരാണ് മനുഷ്യൻ, ആരാണ് നഫ്സ്? ആ നഫ്സിന്റെ പ്രത്യേകത, അവൻ ആര്, അവന്റെ പ്രത്യേകത എന്ത് എന്നത് അവന് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് തന്നെ ഭാഗ്യമാണ്. ഒരു മനുഷ്യൻ ഞാൻ ആരാണ്, എനിക്കുള്ള കഴിവ് എന്താണ്, എനിക്കുള്ള പ്രാപ്തി എന്താണ്, എനിക്കെന്തൊക്കെ ചെയ്യാൻ സാധിക്കും, എനിക്കെന്തൊക്കെ ചെയ്യാൻ സാധിക്കൂല എന്നത് ഒരു മനുഷ്യനെ കുറിച്ച് അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ അത് അവൻ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പറയപ്പെടാറുണ്ട്. എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കപ്പെടാൻ മാത്രമുള്ള സ്റ്റാൻഡേർഡിലേക്ക് അവൻ എത്തി എന്നർത്ഥം. പലപ്പോഴും നഫ്സിന്റെ സ്വഭാവം അറിയാത്തത് കൊണ്ട് നഫ്സ് പൊങ്കച്ചമുള്ള നഫ്സായി മാറാൻ വേണ്ടി പാടുപെടാറുണ്ട്, അഥവാ അഹങ്കാരിയായി മാറാറുണ്ട്. എന്തുകൊണ്ട്? നഫ്സിന്റെ വില അറിയാത്തതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഒരു മനുഷ്യൻ അവന്റെ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ പെടുന്ന സന്ദർഭത്തിൽ അവന്റെ കഴിവിന്റെ തോതനുസരിച്ചിട്ട് മാത്രമേ അവൻ ബാധ്യത ഏറ്റെടുക്കാൻ വേണ്ടി പാടുപെടുകയുള്ളൂ. അല്ലാത്ത പക്ഷം അവന് ചെയ്യാൻ പറ്റാത്തതായ മെമ്പർഷിപ്പ് അവൻ നേടിയെടുക്കും, അല്ലെങ്കിൽ പ്രസിഡന്റ് ആവാൻ വേണ്ടി അവൻ ഒരുങ്ങും, പേരും പെരുമയും കിട്ടാൻ, അല്ലെങ്കിൽ ഖജാൻജി ആവാൻ ഒരുങ്ങും, കാശ് കൂടെ കിട്ടാൻ. പക്ഷെ അവൻ സൂക്ഷ്മത പാലിക്കുന്ന ആളല്ലായിരിക്കും. അത് കാരണത്താൽ അവൻ ഖജാൻജി ആയി മാറുമ്പോൾ അവൻ പെട്ടുപോകും. കാശ് കാണുന്ന വേളയിൽ അങ്ങനെ അപകടത്തിൽപ്പെടും. അപ്പോൾ സ്വന്തം നഫ്സിനെ അവൻ ആരാണെന്ന് മനസ്സിലാക്കാൻ ഒരാൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ അവനാണ് വിജയി, അവനാണ് ആ ലൗവാമത്തു നഫ്സ് ആവാൻ സാധിക്കുന്ന വ്യക്തി എന്നർത്ഥം. അതുകൊണ്ട് തന്നെയാണ് മഹാത്മാക്കളായ നമ്മുടെ നേതാക്കൾ സാധാരണ നഫ്സിനെ കുറിച്ച് ആക്ഷേപിക്കുന്നവരെ കുറിച്ച് അൽ മുഅ്മിനു യലൂമു നഫ്സഹു ദായിമൻ വൽ ഫാസിഖു യംദി ഖുദ്മൻ. മുഅ്മിനായ മനുഷ്യൻ എപ്പോഴും നഫ്സിനെ ആക്ഷേപിച്ചുകൊണ്ടേ ഇരിക്കുന്ന വ്യക്തിയാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മഹാനായ ഇമാം ഹസൻ അൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായ വാക്കാണ്, ഒരു മനുഷ്യൻ മുഅ്മിനാണെങ്കിൽ, സത്യവിശ്വാസിയാണെങ്കിൽ അവന്റെ നഫ്സിനെ അവൻ ആക്ഷേപിച്ചുകൊണ്ടേ ഇരിക്കും. അതേ സമയത്ത് ഒരു മനുഷ്യൻ ഫാജിറോ ഫാസിഖോ ആണെങ്കിൽ അള്ളാഹുവിനെ ഭയപ്പെടാതെ കണ്ടതും കേട്ടതും എന്തും കുടിക്കാം, എന്തും തിന്നാം, എന്തും ചെയ്യാം, എന്തും നോക്കാം, എന്തും പ്രവർത്തിക്കാം, എന്തും ചിന്തിക്കാമെന്ന മൃഗതുല്യ ജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവൻ സംഭവിക്കട്ടെ, അങ്ങോട്ട് ചെയ്യുന്നത് ചെയ്യട്ടെ, ഞാനിപ്പോൾ കുടിക്കട്ടെ, കള്ളു നടത്താം, ഞാനിപ്പോൾ വ്യഭിചരിക്കട്ടെ, ഞാനിപ്പോൾ തോന്നിവാസം ചെയ്യട്ടെ, കളവ് പറയട്ടെ എന്നൊക്കെയായിരിക്കും അവന്റെ നഫ്സ് അവനോട് പറയുക, ഫാസിഖായ മനുഷ്യന്റെ നഫ്സ് ആണെങ്കിൽ. അതുപോലെ തന്നെ മഹാനായ മാലിക് ഇബ്നു ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, റഹ്മല്ലാഹു അബ്ദൻ ഖാല ലിനഫ്സിഹി അലസ്ത സാഹിബത്ത് കദാ. ഒരു മനുഷ്യനെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഏത് മനുഷ്യനാണ്? ആ മനുഷ്യന്റെ നഫ്സിനോട് അവൻ എപ്പോഴും അവൻ തെറ്റ് കാണുമ്പോൾ പറയും, നീയല്ലേ ഇങ്ങനെ പറഞ്ഞവൻ, നീയല്ലേ നാളെ രാത്രി നിസ്കരിക്കാമെന്ന് ഇന്നലെ പറഞ്ഞവൻ, എന്തേ ഇന്നലെ രാത്രി ഉണരാത്തത്, എന്തേ നിസ്കരിക്കാത്തത്, എന്തേ വീഴ്ച വന്നു പോയത് എന്ന് അവൻ ആക്ഷേപാർഹമായ ശൈലിയിൽ നഫ്സിനോട് നടത്തുന്നുണ്ട് എന്നത് ഓർത്തിട്ട്
അതിൽ തെറ്റുകളിൽ നിന്നിട്ട് മോചിക്കാൻ വേണ്ടി പാടുപെടുക എന്നത് ഒന്നാമതായി ചെയ്യേണ്ടതാണ്. രണ്ടാമതായി ചെയ്തു പോയ തെറ്റുകളിൽ നിന്നിട്ട് റബ്ബിനോട് ഖേദിക്കുകയും കേണപേക്ഷിക്കുകയും ചെയ്യുക. മൂന്നാമതായി തെറ്റുകളിലേക്ക് മടങ്ങാതിരിക്കാൻ വേണ്ടി പാടുപെടുകയും ചെയ്യുക. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച് ആദരിച്ച് സത്യവചനത്തിന് വേണ്ടി ഉപയോഗിച്ചതായ ലവ്വാമ എന്ന ആക്ഷേപിച്ചുകൊണ്ടേ ഇരിക്കുന്ന നഫ്സിന്റെ ഉടമയായി മാറാൻ വേണ്ടി നാം ഓരോരുത്തരും പരിശ്രമിക്കണം എന്നതാണ് ഇന്ന് മസ്ജിദുൽ ഹറാമിൽ വെച്ചിട്ട് അള്ളാഹുന്റെ കഅബത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് ഡോക്ടർ സഊദ് ഷുറൈം ഖുതുബയിൽ വിശദീകരിച്ചതായ ഭാഗം. മദീനയിൽ ഡോക്ടർ അബ്ദുൽ മുഹ്സിൻ അൽ ഖാസിം സംസാരിച്ചതായ വിഷയം, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളെ ചിലരേക്കാൾ ആദരിച്ചിട്ടുണ്ട്, ബഹുമാനിച്ചിട്ടുണ്ട്. നബിമാരെ എല്ലാവരെയും മറ്റു സൃഷ്ടികളിൽ നിന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ചു. അത് കഴിഞ്ഞാൽ നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബാക്കളാണ് നബിമാര് കഴിഞ്ഞാൽ സൃഷ്ടികളിൽ നിന്നിട്ട് മനുഷ്യന്മാരിൽ നിന്നിട്ട് ഏറ്റവും ഉത്തമരായവർ എന്ന് നാം പഠിച്ചു. അവരുടെ കൂട്ടത്തിൽ നിന്നിട്ട് മഹാനായ അബൂബക്കർ ഉന്നതരാണ്. അതുപോലെ ഉമർ, ഉസ്മാൻ, അലി, അങ്ങനെ റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ, അങ്ങനെയുള്ള മഹാത്മാക്കളെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ചെയ്തതായ ആ യത്നത്തിന് പകരമായിട്ട് ഈ ഭൂമിയിൽ വെച്ചിട്ട് തന്നെ അവരെ ആദരിച്ചു, ബഹുമാനിച്ചു എന്ന വാർത്തകൾ നമുക്ക് മുൻകൂട്ടി അള്ളാഹു ഖുർആനിലൂടെ നൽകി. മൊത്തത്തിൽ സഹാബാക്കളെ കുറിച്ച് അപ്രകാരം തന്നെ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെയും അവരുടെ പ്രത്യേകതകൾ എണ്ണുകയുണ്ടായി. എന്നാൽ അവരുടെ കൂട്ടത്തിൽ നിന്നിട്ട് മഹാനായ അലി ഇബ്നു അബി താലിബിനെ കുറിച്ചായിരുന്നു ഇന്ന് ഡോക്ടർ അബ്ദുൽ മുഹ്സിൻ അൽ ഖാസിം ചർച്ച ചെയ്തത്. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മടിയിൽ അവരുടെ വീട്ടിൽ അവരുടെ നേതൃത്വത്തിൽ ആണ് വളർന്നത്. 10 വയസ്സിന് മുമ്പ് തന്നെ, ചെറുപ്പത്തിൽ തന്നെ അവരുടെ വീട്ടിലാണ് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു. അത് കാരണത്താൽ തന്നെ 10 വയസ്സ് ആകുന്നതിന് മുമ്പ് തന്നെ ഈ വിശുദ്ധ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് നേടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണ് എന്ന പ്രഖ്യാപനം, ബിഅസത്തിന്റെ പ്രഖ്യാപനം നടന്നതായ സന്ദർഭത്തിൽ ആ വീട്ടിൽ വെച്ചിട്ട് ഇസ്ലാം മതം വിശ്വസിച്ചതായ ആദ്യത്തെ വ്യക്തി കുട്ടികളുടെ കൂട്ടത്തിൽ മഹാനായ അലിയായിരുന്നു. മക്കക്കാര് പ്രായവും കച്ചവടക്കാരനും ബിസിനസ്സുകാരനൊക്കെ ആയതിനു ശേഷം അലി ഇബ്നു അബി താലിബിന്റെ ആ അമാനത്ത് കാരണത്താൽ, അഥവാ അമീനായ വ്യക്തിയാണ് എന്ന പേരിൽ പ്രശസ്തരായത് കാരണത്താൽ, വിശ്വസ്തനാണ് എന്ന പേരിൽ പ്രശസ്തനായത് കാരണത്താൽ മക്കക്കാര് എല്ലാവരും മക്കയോട് വിടവാങ്ങുന്ന വേളയിൽ അന്വേഷിക്കൽ ആരെയാണ്? സമ്പത്തൊക്കെ ആയിട്ട് വെക്കാൻ വേണ്ടി. അവിടെ അന്ന് ബാങ്കില്ലല്ലോ. അപ്പോൾ ബാങ്കിന് പകരം ജനങ്ങൾ എന്താ ചെയ്യുക? വിശ്വാസയോഗ്യവാന്മാരായ ആൾക്കാരെ സമ്പത്ത് ഏൽപ്പിച്ച്, പണം ഏൽപ്പിച്ച്, കാശ് ഏൽപ്പിച്ച് പോക്കാണ് യാത്ര പോകുന്ന സന്ദർഭത്തിൽ. അപ്പോൾ മക്കക്കാർ യാത്ര പോകുന്ന സമയത്ത് അധിക പേരും മഹാനായ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിലാണ് വദിഅത്തായിട്ട് സമ്പത്തുകളെ ഏൽപ്പിക്കാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം മദീനയിലേക്ക് വന്നപ്പോൾ അലിയോട് പറഞ്ഞു റളിയല്ലാഹു തആല അൻഹു, അലിയെ നിങ്ങൾ വരണ്ട, ഞങ്ങളുടെ കൂടെ നിങ്ങൾ ഇവിടെ നിൽക്കുക. എന്നിട്ട് എന്റെ അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ ഉള്ളതായ അവരുടെ സ്വന്തം മക്കൾ, അതുപോലെ തന്നെ അവരുടെ കൂടെ ഉണ്ടായിരുന്നതായ സമ്പത്തുകൾ, ഇതെല്ലാം അവിടെ റസൂലുള്ളാഹിന്റെ കൂടെ പോകാത്തവർ ആരൊക്കെയുണ്ട് അവരെയൊക്കെ ആരെ ഏൽപ്പിച്ചു പോയി? അലീനെ ഏൽപ്പിച്ചു പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹിജ്റ പോകാത്തതായ ആൾക്കാർ ആരെയാണ് ഏൽപ്പിച്ചത്? അലീനെയാണ് ഏൽപ്പിച്ചത്. അലി റളിയല്ലാഹു തആല അൻഹുവിനെ അവിടെ ഉണ്ടായിരുന്ന സമ്പത്തുകളെയും ഏൽപ്പിച്ചു പോയി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയതിന്റെ ശേഷമാണ് അലി ഇബ്നു അബി താലിബ് പിന്നെ മദീനയിലേക്ക് ഹിജ്റ പോയത് എന്ന് നമുക്കറിയാം. ഹിജ്റയെ കുറിച്ച് വിശദീകരിച്ച സമയത്ത് ഞാനത് പറഞ്ഞതായി ഓർക്കുന്നു. അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലതവണയായിട്ട് അലി ഇബ്നു അബി താലിബിന് വേണ്ടി സ്വർഗ്ഗ സന്തോഷ വാർത്തകൾ നൽകിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബി താലിബിനോട് നിങ്ങൾ ഷഹീദാണ് എന്ന സന്തോഷ വാർത്തയും നൽകിയിട്ടുണ്ട്. അൻത മിന ശുഹദാ എന്ന് പലപ്പോഴും പറഞ്ഞതായി കാണാം. നിങ്ങൾ ശുഹദാക്കളിൽപ്പെട്ട ആളാണെന്ന് അലി ഇബ്നു അബി താലിബിനോട് ജീവിച്ചിരിക്കവേ അവർക്കറിയാം ഞാൻ മരിക്കുമ്പോൾ ഷഹീദായി മരിക്കുമെന്ന്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഷഹാദത്ത് കൊണ്ട് സന്തോഷ വാർത്ത നൽകിയത് കൊണ്ട് തന്നെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മകളായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ അലി ഇബ്നു അബി താലിബിന് റസൂലുള്ളാഹി കല്യാണം കഴിച്ചു കൊടുത്തതും അലി ഇബ്നു അബി താലിബിന്റെ മറ്റൊരു പ്രത്യേകതയിൽപ്പെട്ടതാണ്. അപ്രകാരം തന്നെ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കല്യാണത്തിന് വേണ്ടിയുള്ളതായ ഒരുക്കങ്ങൾ, തയ്യാറെടുപ്പുകൾ സാമ്പത്തിക ശേഷി അലിയിൽ ഇല്ലാത്തത് കൊണ്ട് അതും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലൊരു ഭാഗം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതും ചരിത്രത്തിൽ കാണാം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളാകുന്ന എല്ലാവരും നിങ്ങൾ എന്റെ ആൾക്കാർ
ആരാണെന്ന് പറയുന്ന കൂട്ടത്തിൽ അലിയോട് പ്രത്യേകം അന്ത മിന്നി വ അന മിൻക, നിങ്ങൾ എന്നിൽ നിന്നിട്ടുള്ള ആളാണ്, ഞാൻ നിങ്ങളിൽ നിന്നിട്ടും എന്ന ആ വലാഇന്റെ ഭാഗം, ആ സ്നേഹത്തിന്റെ ഭാഗം മഹാനായ അലിയോട് പറയാറുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തആലു നദഉ അബ്നാഅനാ വ അബ്നാഅക്കും വ നിസാഅനാ വ നിസാഅക്കും വ അൻഫുസനാ വ അൻഫുസക്കും എന്നതായ ഈ ഇബ്തിഹാലിന്റെ ആയത്തിറങ്ങിയതായ സന്ദർഭത്തിൽ മഹാനായ അലി ഇബ്നു അബി താലിബിനെയും മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെയും ഹസൻ ഹുസൈനെയും എല്ലാം അല്ലാഹുവിന്റെ റസൂല് ഒരു പുതപ്പന്തകത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് ഹൗലായി അഹ്ലു ബൈത്തി, ഇവരാണ് അഹ്ലു ബൈത്തി എന്ന് റസൂലുള്ളാഹി പറഞ്ഞുകൊണ്ട് സംസാരിച്ച വേളയിൽ പറഞ്ഞതായ വാക്കിൽപ്പെട്ടതാണ് എന്ത്? ആരെങ്കിലും ഈമാൻ ഉണ്ടെങ്കിൽ അദ്ദേഹം ഇവരെ അലിയിനെ സ്നേഹിക്കണം. ആർക്കും ഈമാൻ ഇല്ലെങ്കിൽ അഥവാ കപടവിശ്വാസിയാണെങ്കിൽ അലിയിനെ വെറുക്കും. അപ്പോൾ അലിയിനെ വെറുക്കുന്ന ആൾ കപടവിശ്വാസിയാണ്, അലിയിനെ സ്നേഹിക്കുന്നവർ മൂമിനാണ് എന്ന പദപ്രയോഗം നടത്തുകയുണ്ടായി. അതെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പദം പറഞ്ഞതുകൊണ്ട് അവർ മാത്രം അഹ്ലു ബൈത്ത് എന്ന അർത്ഥമില്ല. കാരണം ഖുർആൻ തന്നെ സ്ഥിരീകരിച്ചതാണ് റസൂലുള്ളാഹിന്റെ ഭാര്യമാർ ആ സകലം അഹ്ലു ബൈത്തിൽപ്പെട്ടവരാണ് എന്നതായ ഭാഗം. അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞതുപോലെയുള്ള പദം അൻസാറികളോട് പറഞ്ഞത് നമുക്ക് മനപ്പാഠമുണ്ട്. നാം അൻസാരികളെ കുറിച്ച് സംസാരിച്ചപ്പോൾ കേട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരികളെ കുറിച്ച് സംസാരിച്ചപ്പോൾ അൻസാറുകൾ ലാ യുഹിബ്ബുഹും ഇല്ലാ മുഅ്മിൻ, സത്യവിശ്വാസിയല്ലാതെ അവരെ സ്നേഹിക്കുന്നതല്ല, വലാ യുബൂദുഹും ഇല്ലാ മുനാഫിഖ്, കപടവിശ്വാസിയല്ലാതെ അവരെ വെറുക്കുന്നതുമല്ല, അവരോട് അനിഷ്ടം കാണിക്കുന്നതും അല്ല എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് കാണാം. അതുപോലെ അലിയിനോടും പറഞ്ഞു എന്നാണ് നാം കേട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ദഅവത്തിന് വേണ്ടി റസൂലിന് പകരം ദഅവത്തിന് വേണ്ടി അലിനെ ഏൽപ്പിക്കാറുണ്ട്. തബ്ലീഗിന് വേണ്ടി അഥവാ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അലിനെ ഏൽപ്പിക്കാറുണ്ട് റളിയല്ലാഹു തആല അൻഹു. എത്രയോ പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല കാര്യങ്ങൾ അലി ഇബ്നു അബി താലിബിനെ ഏൽപ്പിച്ചു കൊടുത്തതായിട്ട് കാണാം. അതിൽപ്പെട്ടതാണ് ഹജ്ജിന് പോകുന്ന സന്ദർഭത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 63 ഒട്ടകത്തെ അറുത്തു. അത് കഴിഞ്ഞതിന് ശേഷം 100ന്റെ പരിപൂർണത അലിനെ ഏൽപ്പിക്കുകയും എന്നിട്ട് ഈ 100 ഒട്ടകത്തിന്റെ മാംസങ്ങളെ അർഹപ്പെട്ടവർക്ക് വിതരണം ചെയ്യാനുള്ളതായ ആ ഡ്യൂട്ടി അലി ഇബ്നു അബി താലിബിനെ ഏൽപ്പിക്കുകയും ഉണ്ടായി. ഹിജ്റയുടെ 9ാമത്തെ വർഷത്തിൽ അബൂബക്കർ സിദ്ദീഖിനെ ഹജ്ജിന് വേണ്ടി അയച്ചതായ സന്ദർഭത്തിൽ റളിയല്ലാഹു തആല അൻഹു എന്ത് ചെയ്തു? അലി ഇബ്നു അബി താലിബിനെയാണ് അവരുടെ ബാക്കിൽ, അവരുടെ ശേഷം അല്ലാഹുവിന്റെ റസൂല് സൂറത്ത് തൗബയുമായിട്ട് അയച്ചത് എന്ന് നാം പലപ്പോഴും ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട്. അത് ഇന്ന് മദീന ഇമാം പറഞ്ഞതായ ഭാഗത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല യുദ്ധങ്ങളിലും റസൂലുള്ളാഹിന്റെ സ്വന്തം പതാകയെ അലിയെ ഏൽപ്പിച്ചിട്ടുണ്ട് റളിയല്ലാഹു തആല അൻഹു. അതുപോലെ തന്നെ അലി ഇബ്നു അബി താലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മിക്ക മഅറക്കയിലും മിക്ക ഗസ്വാത്തുകളിലും യുദ്ധങ്ങളിലും റസൂലുള്ളാഹിന്റെ ഇടതുഭാഗത്തും വലതുഭാഗത്തുമായിട്ട് നിന്നുകൊണ്ട് പോരാടിയിട്ടുണ്ട്. ബദർ യുദ്ധത്തിൽ നമുക്കറിയാവുന്നതുപോലെ ഏറ്റവും പ്രശസ്തനായി അറിയപ്പെട്ടിരുന്നതായ അറബികളിൽ ഏറ്റവും നേതൃത്വമായിട്ട് അറിയപ്പെട്ടതായ വലീദ് ഇബ്നു ഉത്ബത്തിനെ 20ാം വയസ്സുകാരനായ അലിയായിരുന്നു വധിച്ചത് എന്ന് നമുക്കറിയാം. അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പരിസരത്തിൽ ഉഹദ് യുദ്ധത്തിൽ ചില സന്ദർഭത്തിൽ റസൂലുള്ളാഹിന്റെ പരിസരത്തിൽ ആരുമില്ലാതെ വന്നപ്പോൾ അവിടെ റസൂലുള്ളാഹിനെ സംരക്ഷിക്കാൻ വേണ്ടി നിന്നതായ ഏതാനും ചുരുക്കം സഹബാക്കളുടെ കൂട്ടത്തിൽ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേര് കാണാവുന്നതാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടൊപ്പം ഹുദൈബിയയിൽ പങ്കെടുക്കുകയും സുൽഹുൽ ഹുദൈബിയ എന്ന ആ പത്രം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് പകരം മക്കക്കാരുമായിട്ട് ബൈഅത്ത് ഉടമ്പടി എഴുതിയത് ആരായിരുന്നു? അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. ഖൈബറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പ്രത്യേകമായി പതാക കൊടുക്കുകയും അവിടെ ഒരു പ്രത്യേക നേതൃത്വത്തെ വധിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഏൽപ്പിക്കുകയും ചെയ്തതായിട്ട് സിറത്തിൽ നാം വായിച്ചതാണ്, നാം പലപ്പോഴും കേട്ടതാണ്. ഹുനൈൻ യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബേക്കിൽ അണിനിരന്നുകൊണ്ട് ശത്രുക്കളെ കണ്ട് കൂട്ടമായിട്ട് മുസ്ലിങ്ങളെ വധിക്കാൻ വേണ്ടി ശത്രുക്കൾ വന്നതായ രംഗത്ത് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെന്നതായ സന്ദർഭത്തിൽ അലി ഇബ്നു അബി താലിബ് ഉറച്ചു നിന്നുകൊണ്ട് പോരാടിയതായ രംഗവും ഇവിടെ സ്മരണീയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ തബൂക്ക് യുദ്ധത്തിൽ മദീനയിൽ നിർത്തിയും കൊണ്ടാണ് പോയത്. നബിയോടുകൂടി യുദ്ധത്തിന് പോയവരുടെ കൂട്ടത്തിൽ അലി ഉണ്ടായിരുന്നില്ല. കാരണം അവരുടെ അമാനത്ത് നാം നേരത്തെ പറഞ്ഞല്ലോ, അവർ വിശ്വസ്തനാണ് എന്നത് കാരണത്താൽ തന്നെ മദീനയിൽ അമീറാവാൻ, നേതൃത്വം വഹിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാത്ത സമയത്തിൽ മദീനയുടെ കാര്യകർത്തൃത്വം ഏറ്റെടുക്കാൻ അവിടെ
മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹുവിനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചു പോയത്. അപ്പോൾ അലി ഇബ്നു അബീ താലിബിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി അമാ തർള അൻ തകൂന മിന്നി ബിമൻസിലത്തി ഹാറൂന മിൻ മൂസ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ലേ മൂസ നബി അലൈഹി സ്വലാം ഹാറൂനിനെ ഏൽപ്പിച്ചു പോയതുപോലെ ഹാറൂനിന്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഇവിടെ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു പോകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് കാണാം. ഇത് ഒരിക്കലും ഷിയാക്കളെ പോലത്തവരാകുന്ന റാഫിദികൾ, ഇസ്ലാമിനെ മനസ്സിലാക്കാത്ത വിഭാഗം പറയും പോലെ റസൂലുള്ളാഹിക്ക് ശേഷം അബൂബക്കർ അല്ല ഖലീഫയാവേണ്ടത്, അലി ആയിരുന്നു ഖലീഫയാവേണ്ടത് എന്ന് പറയാൻ തെളിവല്ല. എന്താ തെളിവല്ലാത്തത്? റസൂൽ പറഞ്ഞതായ ആ ഹാറൂൻ നബി അലൈഹിസ്സലാം മൂസ നബി അലൈഹിസ്സലാമിനേക്കാളും മുമ്പ് മരിച്ച ആളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹാറൂൻ അലൈഹിസ്സലാമിനെ പോലെ നിങ്ങൾക്കായാൽ പോരെ എന്ന് പറഞ്ഞില്ലേ? അങ്ങനെയുള്ള ഹാറൂൻ മരിച്ചത് മൂസാ നബി അലൈഹി സ്വലാമിന്റെ മുമ്പാണ്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം മരിക്കുമ്പോൾ അവിടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ വാക്ക് പറയാൻ സാധ്യതയുണ്ട്, അതൊരിക്കലും ഇല്ലതാനും. അതുപോലെ തന്നെ മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു, അവർക്ക് മുമ്പുള്ളതായ അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹും എല്ലാവരോടും വളരെ സഹകരിച്ചുകൊണ്ട് പ്രവർത്തിച്ച് അവരോട് അവരുടെ ഭരണകൂടത്തിൽ എല്ലാ ഒത്താശകളും ചെയ്തുകൊണ്ട് അവരോട് ബൈഅത്ത് ചെയ്തുകൊണ്ട് അവരുടെ കൽപ്പന പാലിച്ചുകൊണ്ട് അവരുടെ കീഴിൽ അണിനിരന്നുകൊണ്ട് ജീവിച്ചതായ ഒരു മഹാ നേതൃത്വവും വ്യക്തിത്വവും ആയിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്തിൽ ഹുദൂദ് നിയമങ്ങൾ നടപ്പാക്കുന്ന കാര്യത്തിൽ, അഥവാ കൊന്നവരെ കൊല്ലുക, വിഭജിച്ചവരെ കൊല്ലുക, കള്ളുകുടിച്ചവർക്ക് അടിവാസാക്കുക പോലത്തതായ ആ ബാധ്യതകൾ, ഹുദൂദ് അതൊക്കെ നിർവഹിക്കുന്ന കാര്യത്തിൽ നേതൃത്വം വഹിക്കാൻ മഹാനായ അലി ആയിരുന്നു മുൻപന്തിയിൽ. അലി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കീഴിൽ വർക്ക് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലത്തെ, ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ പോലത്തെ വ്യക്തിത്വങ്ങളെ ബഹുമാനിച്ച് ആദരിച്ചുകൊണ്ട് ഉമർ ഖത്താബിന്റെ കാലഘട്ടത്തിൽ മഹാനായ അലി ഇബ്നു അബീ താലിബ് പറയുകയുണ്ടായി, ഖൈറു ഹാദിഹിൽ ഉമ്മത്തി ബഅദർ റസൂൽ, ഈ ഉമ്മത്തിൽ ഏറ്റവും ഉത്തമർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശേഷം അബൂബക്കറാണ്, ഉമറാണെന്ന് പറയാറുണ്ടായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് അവരുടെ കാലഘട്ടത്തിൽ ഉസ്മാൻ എവിടേക്ക് എന്നോട് പോവാൻ പറഞ്ഞാൽ, ഏത് യത്നങ്ങൾ എത്തിക്കാൻ പറഞ്ഞാൽ ഉസ്മാനാണ് എന്നോട് കൽപ്പിക്കുന്നതെങ്കിൽ അത് ഞാൻ ചെയ്യുമെന്ന് മഹാനായ അലി പറഞ്ഞതായിട്ട് അവരുടെ ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് ഖാദിയായിട്ട് അയച്ചു എന്നത് കേൾക്കുമ്പോൾ അവർ ഫഖീഹായിരുന്നു, പണ്ഡിതനായിരുന്നു, അദ്ദേഹത്തിന് ഫിഖ്ഹിൽ പാണ്ഡിത്യം ഉണ്ടായിരുന്നു എന്നതൊക്കെ നമുക്കതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ധാരാളം മദ്ഹകൾ, ധാരാളം പ്രത്യേകതകൾ എണ്ണിപ്പറയാനുള്ളതായ ഒരു മഹാ വ്യക്തിത്വമാണ് നമ്മുടെ അനിശ്ചിത നേതാവായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു. പക്ഷേ അവരെ നാം എന്ത് ചെയ്യുന്നില്ല? ഇസ്ലാമിന്റെ ശത്രുക്കളായ റാഫിദികളായ ഷിയാക്കൾ അമിതമായി ആദരിച്ച്, അമിതമായി ബഹുമാനിച്ച് അവരെ ആരാധിക്കുക എന്നതായ അപകടത്തിലേക്ക് നാം എത്തുന്നില്ല. ലോകത്തിൽ ആദ്യമായിട്ട് ശിട്ടികളെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ ആരാധിക്കുക എന്ന സ്വഭാവം ചെയ്തു കൂട്ടിയവരായ, ആ ക്രൂരകൃത്യം ചെയ്തതായ, ആ തോന്നിവാസം ചെയ്തതായ, ആ മഹാപരാക്രമമാകുന്ന ദുൽമ ചെയ്തവരായ വിഭാഗമാണ് ആര്? മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളിലേക്ക് ചേർത്ത് പറയുന്നവരിൽ റാഫിദികൾ അഥവാ ഷിയാക്കൾ. അങ്ങനെയുള്ള ഷിയാക്കൾ അലി ഇബ്നു അബീ താലിബിനെയും ഹസൻ, ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ എന്നിവരെയും ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ എന്നിവരെയും എല്ലാം അമിതമായി ആദരിച്ചു. നാം ഇതുവരെ കേട്ടത് അലി ഇബ്നു അബീ താലിബിനെ നാം ആദരിക്കേണ്ടതുപോലെ ആദരിക്കേണ്ടതായ സ്വഭാവമാണ്. അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് കൽപ്പിച്ച ഭാഗമാണ്. സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കാൻ വേണ്ടി കൽപ്പിച്ചതാണ്. അങ്ങനെ നിർത്തേണ്ടത് നിർത്തണം, നിൽക്കേണ്ടത് നിൽക്കണം, അമിതമായി പോകാൻ പാടുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അഹ്ലൽ കിതാബി ലാ തഗ്ലൂ ഫീ ദീനിക്കും എന്നതായ ആ പദം നമ്മുടെ മുമ്പിൽ, അല്ലാഹുവിന്റെ കൽപ്പന നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ മതത്തിൽ നിങ്ങൾ അതിർവിട്ട് കടന്നു പോകരുത്. നാം ബഹുമാനിച്ചു കഴിഞ്ഞാൽ ഇഫ്രാത്തല്ല, തഫ്രീത്തല്ല. അത് ഉമ്മത്ത് മുഹമ്മദിന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് ലാ തത്റൂനി കമാ അത്റത്തുൻ നസാറ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാമിന്റെ മകൻ ഈസയെ ക്രിസ്ത്യാനികൾ ബഹുമാനിച്ചതുപോലെ ആദരിച്ചതുപോലെ എന്നെ നിങ്ങൾ ബഹുമാനിക്കരുത്, ആദരിക്കരുത്. ഞാൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, അള്ളാഹുവിന്റെ അടിമയാണ്, അതേ സമയത്ത് അള്ളാഹുവിന്റെ ദൂതരാണ്. ഇങ്ങനെയാണ് എന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി പറഞ്ഞ വാക്ക് ബുഖാരിയിലുണ്ട്. ആ രൂപത്തിലാണ് നാം നമ്മുടെ നേതാക്കളെയൊക്കെ കാണേണ്ടത്. എന്നല്ലാതെ അവരെ നാം അമിതമായി ആദരിക്കുകയും അവർ മരണപ്പെടുന്ന സന്ദർഭത്തിൽ അവരുടെ ഖബറിനെ കെട്ടിപ്പൊക്കുകയും എന്നിട്ട് ആ ഖബറിന്റെ പരിസരത്തിൽ നിന്നുകൊണ്ട് നാം അള്ളാഹുവിന് നേർച്ചയാക്കുന്നതിന് പകരം ഖബറാളിക്ക് നേർച്ചയാക്കുകയും അള്ളാഹുവിനോട് ചോദിക്കുന്നതിന് പകരം ഖബറാളികളോട് ചോദിക്കുകയും ചെയ്യുക എന്ന സ്വഭാവം അത്
ഷിയാക്കൾ സൃഷ്ടിച്ചു വിട്ടതാണ്, അവരിലൂടെ ഉടലെടുത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് ഷിയാക്കൾ അടക്കമുള്ളതായ മുഗളന്മാര് ഇന്ത്യ ഭരിച്ച കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ധാരാളം ഷിയാക്കൾ കടന്നുകൂടിയപ്പോൾ അവരിലൂടെ ഉണ്ടാക്കപ്പെട്ടതായ വടക്കേ ഇന്ത്യയിലും മറ്റു പലയിടങ്ങളിലും ഇന്ത്യയിൽ ധാരാളം കബറ് കെട്ടിപ്പൊക്കൽ പോലത്തതായ അനാചാരങ്ങൾ അത് ഷിയാക്കളിലൂടെ ഉടലെടുത്തതാണ്. അത് യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശത്തിൽപ്പെട്ടതേ അല്ല. അതിൽ കൂടിയാണ് പിന്നെ നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ ഉള്ളതായ ഉറൂസുകളും ഉത്സവങ്ങളൊക്കെ കബറിന്റെ പേരിൽ മേളകളും ഉത്സവങ്ങളും ഡാൻസുകളും ആനപ്പോക്കുകളും സന്തലപ്പോക്കുകളൊക്കെ ഉണ്ടായത്. അതിന്റെ പേരിലാണ് പിൻകാലഘട്ടത്തിൽ. അതൊക്കെ ഒരു 150 കൊല്ലം ഇങ്ങോട്ടാണ് സംഭവിച്ചത് എന്നത് സമസ്ത പണ്ഡിതന്മാരുടെ പുസ്തകത്തിൽ തന്നെ ദിക്കാടാക്കപ്പെട്ടതായ യാഥാർത്ഥ്യമാണ്. അതൊന്നും പണ്ട് നമ്മുടെ കേരളത്തിലില്ല. അതൊന്നും പണ്ട് യഥാർത്ഥത്തിൽ നമുക്കറിയുകയുമില്ല, നമ്മുടെ കാരണവന്മാർക്ക് പരിചയവുമില്ല. അതൊക്കെ പുതുതായിട്ട് വന്നതാണ്. അതൊക്കെ ഇസ്ലാമിൽ ഇല്ലാത്ത ഭാഗമാണ് എന്നത് ഇത്തരണത്തിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇതുവരെ പറഞ്ഞതിനെ ഒരു സൽക്കർമ്മമായിട്ട് നമ്മിൽ നിന്നിട്ട് സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലത്തതായ നമ്മുടെ നേതാക്കളെ നാം ബഹുമാനിക്കേണ്ടതുപോലെ ആദരിക്കേണ്ടതുപോലെ ആദരിച്ചിട്ട് അവരോട് പിന്തുടർച്ച കൈകൊണ്ട് അല്ലാഹു ഖുർആനിൽ കൽപ്പിച്ചതുപോലെ വല്ലദീന തബഊഹും ബിഇഹ്സാൻ, ഇഹ്സാനിൽ അവരുടെ ബേക്കിൽ അണിനിരന്നുകൊണ്ട് ജീവിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ, സ്വർഗത്തിലേക്ക് എത്താൻ നമ്മുടെ നേതാവിനോടൊപ്പം നമ്മുടെ കണ്ണിലുണ്ണിയായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തിൽ കൊണ്ടുകൊണ്ട് നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ളതായ മഹാഭാഗ്യം അല്ലാഹു നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നമ്മിൽ നിന്നിട്ട് രോഗത്തെ അല്ലാഹു സുഖപ്പെടുത്തട്ടെ. നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അവരുടെ ഖബർ അല്ലാഹു സ്വർഗത്തോപ്പാക്കി മാറ്റട്ടെ. അവരോടൊപ്പം അല്ലാഹു നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഇപ്പോൾ ലോകവ്യാപകമായി കൊണ്ട് ഇരിക്കുന്നതായ ഈ മഹാമാരിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് നമ്മിൽ നിന്നിട്ട് ദൂരപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.